ഈ നടുവിലക്കര രചനയും സംവിധാനവും നിർവഹിക്കുന്ന മേഘം പോലെ എന്ന മലയാള സിനിമയുടെ പൂജാകർമ്മം കൊല്ലം സ്പെഷ്യൽ ബ്രാഞ്ച് SP A പ്രദീപ് കുമാറിന്റെ സാന്നിധ്യത്തിൽ ഉമയനല്ലൂർ NSS കരയോഗം മന്ദിരം ഹാളിൽ നടന്നു. SI രാജേഷ് കുമാർ ഉമയനല്ലൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മുതിർന്ന സിനിമ സീരിയൽ കോമഡി ആർട്ടിസ്റ്റ് വിജി കൊല്ലം അധ്യക്ഷയായി. ഹരി നടുവിലക്കര നായകനാകുന്ന ചിത്രത്തിൽ അക്ഷയ നിധി കല്ലറ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കും. കഥയുടെ സാരംഗം മനസ്സിലാക്കിയ SP ഹരി നടുവിലക്കരയെ അഭിനന്ദിച്ചു. 20 വർഷത്തോളം സിനിമ ഡിസ്ട്രിബ്യൂഷൻ രംഗത്ത് പ്രവർത്തിച്ച ശരവണ മൂവീസ് ഉടമയായിരുന്നു ഹരി നടുവിലക്കര. കഥയ്ക്ക് അനുയോജ്യമായ അഭിനേതാക്കളെ കണ്ടെത്തിയത് ഹരി എന്ന സംവിധായകനിലൂടെയുള്ള കഴിവാണെന്ന് SP ആർട്ടിസ്റ്റുകളെ ഓർമ്മിപ്പിച്ചു. 40-ൽ പരം ആർട്ടിസ്റ്റുകൾ പൂജാകർമ്മത്തിൽ പങ്കെടുത്തു. അഭിനേതാക്കളായി വന്നിരിക്കുന്ന എല്ലാവരെയും ഒരുവിധം പെർഫെക്റ്റായി ഇതിനകത്ത് അഭിനയിക്കും എന്നുള്ള ഒരു ഉച്ച വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് ക്ലാസ് ചെയ്തിരിക്കുന്നത്. രാജ് സാറും അച്ഛൻ വേഷമാണ് പടത്തിലേക്ക്, നായികത്തിൻ്റെ അച്ഛൻ വേഷമാണ് രാജ് സാറ്, ചേച്ചി അമ്മ വേഷമാണ്, പിന്നെ ഒരു സഹോദര വേഷത്തിൽ ബിനോയ് ആണ്. ബിനോയ് നായികാതിൻ്റെ സഹോദരനായിട്ട് കക്ഷിയാണ്. ഇത് പിന്നെ 80ഓളം ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ പടം പൂർണ്ണമാകും. ഒരു 36ഓളം പേർക്ക് മെയിൻ റോളുകളുണ്ട്. അത് പോലീസ് ഓഫീസേഴ്സ് ആയിട്ടായാലും 6ഓളം ആൾക്കാർ. പിന്നെ ഇപ്പോഴത്തെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിനനുസരിച്ചുള്ള പടം ആണ് ചെയ്യുന്നത്. ഞാൻ തുറന്നു പറയാൻ കാരണം ഞാനിവിടെ സമ്മതക്കാരൻ എന്ന ലേബലാണ്. പക്ഷെ 24 വർഷമായി വിളിച്ചിട്ട് എല്ലാവർക്കും അറിയാം. ഇപ്പം എൻ്റെ 3, 4, 5 ചെറുപ്പക്കാരെയുള്ള എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള അത് ഏറ്റവും വലിയ ഫ്രണ്ട്സാണ് ഈ ഇരിക്കുന്ന ഹരിസാർ. നിലവിൽ ഇപ്പം സൂപ്പർ ജിമിനി ഒരു ഫിലിം ഇറങ്ങിയിരുന്നു. അതിൻ്റെ നാട്ടിൻപുറത്താരും മൊട്ട ഞാൻ കക്ഷിൻ്റെ ആയിട്ട് നടന്നതല്ല, ഡയറക്ടർ പെട്ടെന്നൊരു എനിക്ക് ക്രിയേറ്റ് ചെയ്തതാണ്. പിന്നെ ഫസ്റ്റ് മൂവി ചതുരംഗം മൂവിയായിരുന്നു. മോഹൻലാലിൻ്റെ പടത്തിൽ 2 സീൻ ഉണ്ടായിരുന്നു. പിന്നെ സീരിയൽ മേഖലയിൽ മുകേഷ് MLAയുടെ സഹോദരി സന്ധി ചേച്ചി എടുത്ത സുന്ദരി പാർട്ട് 2 കൊല്ലം കമ്മീഷണർ റോളായിരുന്നു. ഞാൻ കൊല്ലത്തെ പോലീസുകാരനായിരുന്നെങ്കിൽ തന്നെ കൊല്ലം കമ്മീഷണർ റോളാണ് ഞാൻ അഭിനയിച്ചത്. എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റായ പോലീസുകാരൻ ഞാനാണ്.